UDF-ലേക്കില്ല എന്ന് ജോസ് കെ മാണി വ്യക്തമാക്കിയതോടെ മുന്നണി മാറ്റത്തെ ചൊല്ലിയുള്ള പ്രതികരണങ്ങൾ തുടരുകയാണ്. ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന വാദം കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുകയുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെയും ഒരു വിഷമിപ്പിക്കാനോ സമ്മർദ്ദം ചെലുത്താനോ ഒന്നുമല്ല. നമ്മൾ പറഞ്ഞല്ലോ, അടച്ചു എന്ന് പറയാത്തിടത്തോളം കാലം എന്താ തുറന്ന് തന്നെ കിടക്കും. ഞങ്ങൾ അടച്ചു തൊട്ട് പറഞ്ഞിട്ടുമില്ല, അങ്ങനെ കിടക്കട്ടെ. നമ്മുടെ നിലപാട് സമാന ചിന്താഗതിയുള്ള ആളുകളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് UDF പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യം. അതിനോട് പ്രതികരിക്കുന്നത് പോസിറ്റീവാണെന്നവരിൽ പോസിറ്റീവായി, നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവായിട്ടും. ഇതിപ്പോൾ അങ്ങനെ പോസിറ്റീവ് അല്ല, അത്ര നെഗറ്റീവ് അല്ല. ഒരു ചർച്ചയും നടന്നിട്ടില്ല. UDF-മായി ബന്ധപ്പെട്ട് വരാൻ കഴിയുന്നവർ വരട്ടെ, പക്ഷേ അത് അവരുടെ ആവശ്യപ്രകാരം മാത്രമേ ആയിരിക്കുകയുള്ളൂ. അതല്ലാതെ കണ്ട ഒരാളിനെ പോലും സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കില്ല. ഞങ്ങൾ ഒരു വിസ്മയത്തെക്കുറിച്ചും നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുക. ഒരു ചർച്ച ഞാൻ അറിഞ്ഞിട്ട് നടന്നിട്ടില്ല. UDF-ന് പിന്തുണ നൽകുന്ന ജനവിഭാഗങ്ങൾ, ശരിതെറ്റിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ജനങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ മാനിക്കുന്നവർ, കേരളത്തിലൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നവർ അവർ UDF-ന്റെ കൂടെ വരും. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അതറിയില്ല. ഇതുവരെ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. കൂടുതൽ സീറ്റ് ജയിക്കാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനാണ് ഞങ്ങളുടെ മുന്നൊരുക്കം. ഒന്നുമില്ല, അതൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ മത്സരിക്കണോ ആര് മത്സരിക്കണം, അങ്ങനെ മത്സരിക്കുന്നെങ്കിൽ എന്താ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡ്. LDF-ൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കേരള കോൺഗ്രസ് എം വ്യക്തമാക്കിയിട്ടുണ്ടും ക്ഷണിക്കുന്നത് ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രി VN വാസവന്റെ മറുപടി. LDF ഇടില്ലെന്ന ജോസ് കെ മാണിയുടെ വാക്ക് വിശ്വസിക്കുന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞു. ഞങ്ങൾ തന്നെ രക്ഷപ്പെടുകയല്ല, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് പരാജയത്തിൻ്റെയും അല്ലെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം ഇല്ലായ്മയുടെയും ദൃഷ്ടാന്താണ് ഞാൻ തുറന്നിട്ടിരിക്കുന്നു വരണേ എന്ന് പറയുന്നത്. ചവിട്ടി പുറത്താക്കി അവർ തിരിച്ചു പറയുന്നത് ഞങ്ങളെ കണ്ടാരും കരയണ്ടെന്ന് ഇന്നലെ ജോസ് കെ മാണി പച്ചയായിട്ട് പറഞ്ഞല്ലോ. അതെല്ലാം പറഞ്ഞിട്ട് തുറന്നിട്ടിരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഞങ്ങളെ ഒന്ന് സഹായിക്കണേ, ഞങ്ങൾ രക്ഷപ്പെടുകയല്ല എന്നല്ലേ എൻ്റെ ഭംഗി അർത്ഥം. അദ്ദേഹത്തെ നിലപാട് കൃത്യമായി അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും LDF വിട്ട് കേരള കോൺഗ്രസ് എങ്ങോട്ടും പോകുന്നില്ലെന്ന്. ആ വാക്കിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പൂർണ്ണമായും വിശ്വാസമാണ്. നമുക്ക് എന്ത് ജീവിക്കാം, ഇന്നലെ ജീവിക്കണ്ട, ഇവിടെ ജീവിക്കാം, ഇന്നത്തെ ഭൂതകാലത്തേക്ക് അധികം പോകണ്ട. എന്തോരം വെള്ളം പിന്നെ ഒഴുകിപ്പോയി, എന്തോരം വെള്ളം. ടോബി ജോൺസൺ ചേരുന്ന വിവരങ്ങൾ. ടോബി, എങ്ങോട്ടും പോവില്ല എന്ന് പറഞ്ഞതിന് ശേഷം പോയ ചരിത്രം കേരള കോൺഗ്രസ് ഒന്നല്ല, പലയാവർത്തി ഉള്ളതുകൊണ്ടാണ് ഈ ജോസ് കെ മാണിയുടെ ആ വാക്കുകൾ അന്തിമ വാക്കായി ഇവരാരും കണക്കാക്കാത്തതും ആ പ്രതികരണങ്ങൾ തുടരുന്നതും. ടോബി, അശ്മി, തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാകും. ഇതുപോലെ പലതവണ പല നേതാക്കൾ ഞങ്ങൾ എങ്ങോട്ടും പോവില്ല, നിൽക്കുന്ന മുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് പല ആവർത്തി പറഞ്ഞിട്ടും പിന്നീട് അങ്ങനെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ, ഒരു സുപ്രഭാതത്തിൽ മുന്നണി മാറിയ കഥകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു പ്രതികരണം ഇപ്പോൾ നേതാക്കൾ നടത്താനുള്ള ഒരു കാരണം ജോസ് കെ മാണിയുടെ ഇന്നലത്തെ ആ ഒരു പ്രതികരണം തന്നെയാണ്. കാരണം ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ചില കാര്യങ്ങൾ, ചില അഭ്യൂഹങ്ങൾ, ചില സംശയങ്ങൾ ചോദ്യചിഹ്നമായി അവിടെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും UDF നേതാക്കൾ പറയുന്നത് പോയി കൊണ്ടുവരാൻ എന്തായാലും ഇല്ല, വരികയാണെങ്കിൽ ഇരുകൈ നീട്ടി സ്വീകരിക്കും എന്നുള്ളൊരു നിലപാട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. വാതിലുകൾ അടച്ചിട്ടില്ല, അത് തുറന്നു തന്നെ ഇട്ടിരിക്കുകയാണെന്ന് പറയുന്നതിൻ്റെയും കാരണം അതാണ്. ഇതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം മധ്യ കേരളത്തിൽ UDF-ന് കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് വന്നാൽ അത് എളുപ്പമാകുമെന്ന് അവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ഈ ചർച്ചകൾ അവസാനിപ്പിക്കാൻ UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ എന്തായാലും തയ്യാറാകാത്തത്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ LDF ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. കാരണം ജോസ് കെ മാണിയുടെ ഇന്നലത്തെ ആ ഒരു പ്രതികരണം LDF ക്യാമ്പിന് വലിയൊരു ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. കാരണം ജോസ് കെ മാണി പോകില്ലെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ചർച്ചകളെല്ലാം അസ്ഥാനത്താണെന്നാണ് എല്ലാവരും പറയുന്നത്. UDF-ന് ഒരു പരാജയ ഭീതിയുണ്ട് ഇപ്പോഴും. അതുകൊണ്ടാണ് ജോസ് കെ മാണി അവർ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് LDF ക്യാമ്പും പറയുന്നത്. എന്തായാലും നാളെ നിർണായകമായിട്ടുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി കേരള കോൺഗ്രസ് ചേരുന്നുണ്ട്. ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു കൺവെൻഷനും നടക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് വളരെയധികം നിർണായകമായി
പ്രഖ്യാപനമായിരുന്നു. ഈ അഭിപ്രായ ഏകീകരണമില്ലാതെ ഇന്നലത്തെ ജോസ് കെ മാണിയുടെ ആ നിലപാട് പ്രഖ്യാപനം ഉണ്ടാകാതെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ കൂടുതൽ നേതാക്കൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ കേരള കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വന്നാനെ. അങ്ങനെ വന്നാൽ അത് കൂടുതൽ പ്രതിസന്ധി ജോസ് കെ മാണിക്കും കൂട്ടർക്കും ഉണ്ടായാനെ. എന്തായാലും ഈ 5 MLA-മാരിൽ 2 പേരാണ് വ്യത്യസ്തമായ നിലപാടെടുത്തത്. അവരെ പറഞ്ഞ് അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ സാധിച്ചത് കൊണ്ട് തന്നെ നാളത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് ജോസ് കെ മാണി ചെല്ലുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പൊട്ടിത്തെറികളിലേക്ക് പോകില്ല. പക്ഷേ അവിടെയും ഇത്തരത്തിലുള്ള വ്യത്യസ്ത സ്വരങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ഈ ഒരു പ്രശ്നം പരിഹരിച്ചു എന്ന്, ഈ 5 പേരുടെ നിലപാടിനെ പരിഹരിച്ചു എന്നുള്ള ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രധാനപ്പെട്ട സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നടക്കാൻ പോകുന്നു. ആ യോഗത്തിൽ ഉയരുന്ന ചർച്ചകളൊക്കെ നിർണായകമാണ്. മാത്രമല്ല ഈ പറയുന്ന ഒരു വൈബ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെയുള്ള ചർച്ചകൾ നിലനിർത്തുക രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രധാനമാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.